നമ്മൾ ഇന്നലെ പെർഫെക്ഷനിസ്റ്റുകളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും നിങ്ങളൊരു ബിസിനസ് ഓണറൊക്കെ ആണെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിലാണെങ്കിലും ഒക്കെ ഒരു പെർഫെക്ഷനിസ്റ്റ് ഉണ്ടാവും. ഈ പെർഫെക്ഷനിസ്റ്റിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ചെയ്യുന്ന എല്ലാ പണിയിലും പെർഫെക്ഷനിസം കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷെ പലപ്പോഴും ഈ പെർഫെക്ഷനിസ്റ്റുകൾക്ക് പറ്റുന്നൊരു പ്രശ്നമുണ്ട്. അവരുടെ ട്രൂ എഫക്റ്റീവ്നെസ്, അവർക്ക് എഫക്റ്റീവ് ആകാൻ കഴിയാത്ത ഒരവസ്ഥ വരും പല സമയങ്ങളിൽ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഉദാഹരണത്തിന് ഒരു പെർഫെക്ഷനിസ്റ്റ് ഇരുന്നിട്ടൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുക. അവരിങ്ങനെ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വീണ്ടും റീഡ്രാഫ്റ്റ് ചെയ്ത് ഓരോ കുത്തും കോമയും വരെ വളരെ പെർഫെക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അവർ ഇമെയിൽ സെൻഡ് ചെയ്യുള്ളൂ. അപ്പം ഒരുപാട് സമയം അവർക്കതിന് പോകും. അപ്പം ഇവഞ്ച്വലി അവർക്ക് ഡീലുകൾ ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ഓൺ ദ ടൈമിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് അവർ മാറും. ഇപ്പോൾ യോഹാൻ ക്രൈഫ്, ഫുട്ബോളിലെ ലെജൻഡായിട്ടുള്ള യോഹാൻ ക്രൈഫ് ഒരിക്കൽ പറയുകയുണ്ടായി, നമുക്ക് നല്ല ഫുട്ബോൾ കളിക്കണമെങ്കിൽ നല്ല പ്ലേയേഴ്സ് വേണം. എന്നാൽ നല്ല പ്ലേയേഴ്സിന് പലപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എഫക്റ്റീവ്നെസ് അവർക്ക് ലാക്ക് ചെയ്യും പലപ്പോഴും. കാരണം ഒരു സിമ്പിളായിട്ട് അടിക്കേണ്ട ഒരു ഗോൾ അവർ ചിലപ്പോൾ ഒന്ന് അടിപൊളിയാക്കിയിട്ട് ഒരു ഓവർ ഹെഡ് കിക്കൊക്കെ എടുത്തിട്ട് അടിക്കാൻ ശ്രമിക്കും. ഇനി അതല്ലെങ്കിൽ ഒരു ജസ്റ്റ് ടാപ്പിൻ ചെയ്യേണ്ട ഒരു കാര്യം അവർ കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ചിലപ്പോൾ അവരുടെ ഡെലിവറി കുറവായിരിക്കും, അവർക്ക് റിസൾട്ട് കുറവായിരിക്കും. അപ്പോൾ ഇവഞ്ച്വലി അവർ ഫെയിലായിട്ട് ഈ ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ പെർഫെക്ഷനിസ്റ്റുകൾക്കുണ്ട്. ഇവരെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ അവരോട് ചോദിക്കുക റിപ്പോർട്ട് റെഡി ആയിട്ടില്ലേ, അപ്പോൾ അവർ പറയും റിപ്പോർട്ട് ഈസ് ഇൻ പ്രോഗ്രസ്. അതിങ്ങനെ എപ്പോഴും പ്രോഗ്രസ് ആയിരിക്കും. എന്നാൽ ഞാനതൊന്ന് കാണട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് കാണിക്കാൻ ഭയമായിരിക്കും. അവരെ ആളുകൾ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടിയുണ്ടാവും. പിന്നെ നമ്മൾ പലപ്പോഴും തമാശയിൽ പറയാറുണ്ട് പാരാലിസിസ് ബൈ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് അനലൈസ് ചെയ്ത് പാരാലിസിസ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആളുകൾ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഒരാളിൽ കണ്ടാൽ അവർ മിക്കപ്പോഴും ഈ പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും. അവർക്ക് ഡെലിവറി കുറവായിരിക്കും, അവരുടെ റിസൾട്ട്സ് ഒക്കെ പലപ്പോഴും കുറവായിരിക്കും. എന്നാൽ അവരെന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അത് വളരെ വൃത്തിയായിട്ടൊക്കെ നമുക്ക് തോന്നും, ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഡെക്കറേറ്റീവ് ആയിരിക്കും, വളരെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടായിരിക്കും. ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു എക്സൽ ഷീറ്റൊക്കെ വളരെ കളർ കോഡിങ്ങോടൊക്കെ കൂടിയിട്ടായിരിക്കും അവർ ചെയ്യുക. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അവരുടെ എഫക്റ്റീവ്നെസ് വളരെ കുറവായിരിക്കും. അതേസമയത്ത് വേറൊരു ടീമുണ്ട്, അവർ അത്ര പോളിഷ്ഡ് ഒന്നും ആവില്ല, അത്ര പെർഫെക്ഷൻ ഒന്നും അവരുടെ വർക്കിൽ നമ്മൾ കാണില്ല. എന്നാൽ വളരെ സ്പീഡായിരിക്കും, നല്ല ഡെലിവറി സ്പീഡ് ഉണ്ടാവും, വളരെ എഫക്റ്റീവായിരിക്കും ആ ടീമിൽ അവർ കളിക്കുന്ന ഗെയിം. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടോ, ചില ആളുകൾ വെറുതെ ഇരുന്നിട്ട് നല്ല വർക്കേഴ്സിനോട് പറയും നീ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് പറയും. അങ്ങനത്തെ ആളുകളെ കുറിച്ച് അല്ല കേട്ടോ നമ്മളിവിടെ പറയുന്നത്. അങ്ങനത്തെ ആളുകളുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊരാളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നീ പിന്നെ വലിയ പെർഫെക്ഷനിസ്റ്റ് ആണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കും. അത്രക്കാരെ കുറിച്ചിട്ടല്ല. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോർണറും കട്ട് ചെയ്തിട്ട് എല്ലാ പ്രൊസീജിയേഴ്സും ബൈപ്പാസ് ചെയ്തിട്ട് എല്ലാ പ്രോട്ടോക്കോളും തെറ്റിച്ചിട്ട് സ്പീഡിന് വേണ്ടിയിട്ട് പിന്നെ മുറവിളി കൂട്ടുന്ന ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലോങ് ടേമിൽ ആ സിസ്റ്റത്തിന് അവർ ഫെയിൽ ചെയ്യും. കാരണം സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ഡെലിവറി സ്പീഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പെർഫെക്ഷനിസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പെർഫെക്ഷനിസം നിങ്ങളെ തേടി വരുന്നതാണ്. നിങ്ങളൊരിക്കലും പെർഫെക്ഷനിസം തേടി പോകരുത്, അത് നിങ്ങളെ തേടി വരും. അതെങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റെഗുലറായിട്ടുള്ള വർക്ക്, നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ എഫേർട്സ്, നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ റെപ്പിറ്റീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെപ്പിറ്റീഷൻ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളെ ആ പെർഫെക്ഷൻ അത് തേടി വരും. അല്ലാതെ നിങ്ങൾ പെർഫെക്ഷനെ ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള അണ്ടർ ഡെലിവറിയിലേക്ക് എൻഡ് അപ്പ് ചെയ്യും.